നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം രാവിലെ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങളുടെ ശരീരം തൂവൽ പോലെ ഭാരം കുറഞ്ഞതായി തോന്നിയാൽ എങ്ങനെയിരിക്കുമെന്ന്? യാതൊരു ക്ഷീണവുമില്ലാതെ അസാധാരണമായ ഒരു ഊർജ്ജത്തോടെ മനസ്സ് തെളിഞ്ഞ ആകാശം പോലെ ശാന്തമായി നിൽക്കുന്ന അവസ്ഥ. നമ്മളിൽ പലരും അങ്ങനെയൊരു ദിവസത്തെക്കുറിച്ച് സ്വപ്നം കാണാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതിന് വിപരീതമാണ്. മിക്ക ദിവസങ്ങളിലും നമ്മൾ എഴുന്നേൽക്കുന്നത് തന്നെ നെഞ്ചിൽ ഒരു ഭാരമേറ്റതുപോലെ. വയറ് നിറയെ ഗ്യാസ്, പുളിച്ചു തികട്ടൽ, ശരീരമൊട്ടാകെയൊരു മടി, ഒന്നിനും ഉത്സാഹമില്ലാത്ത അവസ്ഥ. കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്തിലെ പഴയ തെളിച്ചം കാണാനില്ല. കണ്ണിന് താഴെ കറുപ്പ് പടർന്നിരിക്കുന്നു. ഇടയ്ക്കിടെ എന്തോ അസുഖങ്ങൾ വരാനിരിക്കുന്നതുപോലെ ഒരു തോന്നൽ. നമ്മൾ സാധാരണയായി ഇതെല്ലാം പ്രായം കൂടുന്നതിന്റെ ഭാഗമെന്നോ ജോലി തിരക്കിന്റെ ഫലമെന്നോ കരുതും. പക്ഷെ സത്യം അങ്ങനെയല്ല. നിങ്ങളുടെ ശരീരം നിങ്ങൾക്ക് നിശബ്ദമായി നൽകുന്ന മുന്നറിയിപ്പുകളാണിവ. നമ്മൾ ലക്ഷങ്ങൾ ചെലവഴിച്ചു വാങ്ങുന്ന കാറുകൾ പോലും സമയത്തിന് സർവീസ് ചെയ്യുന്നു. ചെറിയ പൊടി പോലും കണ്ടാൽ വൃത്തിയാക്കുന്നു. നമ്മൾ താമസിക്കുന്ന വീട് ദിവസവും ശുചിയാക്കാൻ നമ്മൾ മടിക്കാറില്ല. എന്നാൽ കോടികളുടെ വിലമതിക്കുന്ന നമ്മൾക്ക് പ്രകൃതി നൽകിയ ഏറ്റവും വിലപ്പെട്ട സമ്മാനമായ നമ്മുടെ സ്വന്തം ശരീരം, അതിന്റെ ഉള്ളറ ശുചീകരിക്കാൻ നമ്മൾ ഒരിക്കലെങ്കിലും സമയം കണ്ടെത്തിയിട്ടുണ്ടോ? സത്യമെന്തെന്നാൽ പലപ്പോഴും ഒരു വാഹനത്തിന് നാം നൽകുന്ന പരിഗണന പോലും നമ്മുടെ വയറിന് നാം നൽകുന്നില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഭൂരിഭാഗം പ്രശ്നങ്ങളുടെയും, അത് ചെറിയ അസ്വസ്ഥതകളായാലും വലിയ രോഗങ്ങളായാലും, തുടക്കം വയറ്റിലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. വീട്ടിലുള്ള അടുക്കളയിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു വേസ്റ്റ് ബിന്നുണ്ടാകും. അത് ദിവസവും വൃത്തിയാക്കാതിരുന്നാൽ എന്താകും? ഒരു 2 ദിവസം കഴിഞ്ഞാൽ ദുർഗന്ധം തുടങ്ങും. 3-ാം ദിവസം പുഴുക്കളുണ്ടാകും. പിന്നെ ആ മുറിയിൽ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാകും. ഇതുപോലെയാണ് നമ്മുടെ വയറ്റിനുള്ളിലും സംഭവിക്കുന്നത്. വർഷങ്ങളായി നമ്മൾ കഴിക്കുന്ന മൈദ, എണ്ണയിൽ വറുത്ത ഭക്ഷണം, പാക്കറ്റുകളിൽ വരുന്ന പ്രോസസ്ഡ് ഫുഡുകൾ, ഇവ ദഹിക്കാതെ കുടലിന്റെ ഭിത്തികളിൽ പതിഞ്ഞുകിടക്കുന്നു. പുറത്തുനിന്ന് നമ്മൾ സുന്ദരമായി നടക്കുമ്പോഴും അകത്ത് കിലോ കണക്കിനു മാലിന്യങ്ങൾ നമ്മൾ ചുമന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ അകത്ത് കിടന്ന് അഴുകുമ്പോൾ അതിൽ നിന്ന് പുറത്തുവരുന്ന വിഷവാതകങ്ങൾ രക്തത്തിൽ കലരുന്നു. അഴുക്കുള്ള വെള്ളം കൊണ്ട് പച്ചക്കറി നനച്ചാൽ അതിന് ഗുണമുണ്ടാകുമോ? അതുപോലെ തന്നെയാണ് അശുദ്ധമായ രക്തമൊഴുകുന്ന നമ്മുടെ ശരീരാവയവങ്ങളും പതിയെ ദുർബലമാകുന്നത്. എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരം ഒരു അത്ഭുതകരമായ യന്ത്രമാണ്. സ്വയം വൃത്തിയാക്കാനും സ്വയം പരിഹരിക്കാനും അതിന് പ്രകൃതി നൽകിയ കഴിവുണ്ട്. നാം ഒന്ന് സഹായിച്ചാൽ മതി. വെറും 24 മണിക്കൂർ, അതെ, ഒരു ദിവസം കൊണ്ടുതന്നെ നിങ്ങളുടെ വയറും കുടലും രക്തവും ശുദ്ധമാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ മാർഗമുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇതെന്തെങ്കിലും മരുന്നോ കഷായമോ ആയിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നമ്മുടെ പൂർവികർ കാലങ്ങളായി പാലിച്ചിരുന്ന, എന്നാൽ ഇന്ന് നമ്മൾ മറന്നുപോയ ചില ലളിതമായ രീതികളാണിത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതേ രഹസ്യത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് വിക്ടറി മിഷൻ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തൂ. എന്നാൽ മാത്രമേ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ വെറും ഒരു ദിവസം കൊണ്ട് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്താക്കി വീണ്ടും പുതുമയുള്ള ഊർജ്ജം സ്വന്തമാക്കാമെന്ന്. ഈ വീഡിയോ അവസാനിക്കുമ്പോഴേക്കും നാളെയിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തണമെന്നതിന് ഒരു വ്യക്തമായ ദിശ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഓരോ വാക്കും ശ്രദ്ധയോടെ കേൾക്കുക. ഇത് വെറും അറിവല്ല, നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള ഒരു വഴികാട്ടിയാണ്. നമ്മുടെ വയർ വെറും ഭക്ഷണം സംഭരിക്കുന്ന ഒരു സഞ്ചി മാത്രമല്ല. ശാസ്ത്രം അതിനെ നമ്മുടെ രണ്ടാമത്തെ തലച്ചോർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേടി തോന്നുമ്പോൾ വയറ്റിലൊരു വിചിത്രമായ അനുഭവമുണ്ടാകുന്നു. സന്തോഷം വരുമ്പോൾ വയറ്റിൽ എന്തോ ലഘുവായ ഒരു അനുഭൂതി തോന്നുന്നു. നമ്മുടെ വികാരങ്ങളും വയറും തമ്മിൽ അത്രയേറെ ബന്ധമുണ്ട്. അതുകൊണ്ടുതന്നെ വയർ അശുദ്ധമായാൽ ആദ്യം ബാധിക്കുന്നത് നമ്മുടെ മനസ്സിനെയാണ്. കാരണം കൂടാതെയുള്ള ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം കുറവ്, ഇവയ്ക്ക് പിന്നിൽ പലപ്പോഴും വയറ്റിലെ പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾ പല ഡോക്ടർമാരെയും കാണുകയും മരുന്നുകൾ കഴിക്കുകയും ചെയ്തിട്ടും മാറാത്ത ചില അസുഖങ്ങളുടെ വേര് നിങ്ങളുടെ ദഹന സംവിധാനത്തിലായിരിക്കാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി ദഹിക്കാൻ സാധാരണയായി 18 മുതൽ 24 മണിക്കൂർ വരെ എടുക്കുന്നു. എന്നാൽ നമ്മൾ സാധാരണയായി എന്താണ് ചെയ്യുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. രാവിലെ കഴിക്കുന്ന ഭക്ഷണം ശരിയായി ദഹിക്കാന് മുമ്പ് തന്നെ ഉച്ചഭക്ഷണം കഴിക്കുന്നു. അത് പൂർണ്ണമായി ദഹിക്കാൻ മുമ്പ് വൈകുന്നേരം സ്നാക്സ്, പിന്നെ രാത്രി അത്താഴം, ഇതിനിടയിൽ ഇടയ്ക്കിടെ വെള്ളം, ചായ, കാപ്പി എല്ലാം കൂടി. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരിക്കലും നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മെഷീന്റെ അവസ്ഥ എന്തായിരിക്കും? അതിന് വിശ്രമമില്ല, മെയിൻ്റനൻസ് ഇല്ല. പതിയെ അത് ചൂടായി പുകയാൻ തുടങ്ങും. ഇതുതന്നെയാണ് നമ്മുടെ വയറിനും സംഭവിക്കുന്നത്. ദഹനം എന്ന പ്രക്രിയ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ വലിയൊരു ഊർജ്ജം അതിനായി ചെലവാകുന്നു.
അതുകൊണ്ടാണ് വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചതിനു ശേഷം നമ്മൾക്ക് ക്ഷീണവും ഉറക്കവും തോന്നുന്നത്. എന്നാൽ നാം 24 മണിക്കൂറും ഇങ്ങനെ ശരീരത്തിന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിന് എപ്പോഴാണ് പഴയതും കേടായതുമായ കോശങ്ങളെ നീക്കം ചെയ്യാനും പുതിയ കോശങ്ങൾ സൃഷ്ടിക്കാനും സമയം കിട്ടുക? ഒരിക്കലും കിട്ടുകയില്ല. അതാണ് പിന്നീട് രോഗങ്ങളുടെ തുടക്കമാകുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ 1 ഡേ ഡീടോക്സ് പ്ലാൻ അല്ലെങ്കിൽ വയർ ശുചീകരണ രീതിയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ ദഹനവ്യവസ്ഥയ്ക്ക് ഒരു ദിവസം വിശ്രമം നൽകുക എന്നതാണ്. ശരീരത്തിന് ഒരു ദിവസം വിശ്രമം ലഭിച്ചാൽ അതെന്തു ചെയ്യുമെന്നറിയാമോ? ദഹനത്തിനായി ഉപയോഗിക്കേണ്ടിയിരുന്ന ഊർജം ശരീരം റിപ്പയർ ചെയ്യാനായി ഉപയോഗിക്കും. ശാസ്ത്രീയമായി ഇതിനെ ഓട്ടോഫാഗി എന്നാണ് വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ശരീരത്തിൽ കേടായതും പ്രായമായതുമായ ഭാവിയിൽ രോഗങ്ങൾക്ക് കാരണമാകാൻ സാധ്യതയുള്ള കോശങ്ങളെ ശരീരം തന്നെ തകർത്തു നീക്കം ചെയ്യുന്ന പ്രക്രിയയാണിത്. നമ്മൾ വീട്ടിൽ വൃത്തിയാക്കുമ്പോൾ പഴയ സാധനങ്ങൾ ഒഴിവാക്കുന്നതുപോലെ തന്നെയാണിത്. ശരീരം അതിൻ്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ സ്വയം ഇല്ലാതാക്കുന്ന അത്ഭുതകരമായ ഘട്ടം. എന്നാൽ ഇത് നടക്കാൻ ഒരേ ഒരു കാര്യമുണ്ട്: നമ്മൾ വയറിന് വിശ്രമം കൊടുക്കണം. ഈ ഒരു ദിവസം കൊണ്ട് തന്നെ വർഷങ്ങളായി കുടലിൽ അടിഞ്ഞുകൂടിയ വിഷാംശങ്ങൾ ഇളകിത്തുടങ്ങും, രക്തം ശുദ്ധമാകും, കരൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കും, ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിക്കും, അതിലുപരി നിങ്ങളുടെ മനസ്സിൽ ഒരു അതിശയകരമായ ശാന്തതയുണ്ടാകും. ഇപ്പോൾ നമുക്ക് പ്രധാന കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു ദിവസം എങ്ങനെ പ്ലാൻ ചെയ്യണം? ഇതിന് ഏറ്റവും അനുയോജ്യമായത് നിങ്ങൾക്ക് അവധിയുള്ള വലിയ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഞായറാഴ്ച. തയ്യാറെടുപ്പ് തലേ ദിവസം രാത്രി മുതൽ തന്നെ തുടങ്ങണം. നാളെ ഡീടോക്സ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ ഇന്ന് രാത്രി വളരെ ലഘുവായ ഭക്ഷണം മാത്രം കഴിക്കുക. കഞ്ഞി, സാലഡ്, ഫലങ്ങൾ പോലുള്ള എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാത്രി 8 മണിക്ക് മുൻപായി ഭക്ഷണം കഴിച്ചു തീർക്കുക. ഇത് വളരെ നിർണായകമാണ്. നാളത്തെ പ്രക്രിയയ്ക്കായി ശരീരത്തിന് മുൻകൂട്ടി ഒരു വിശ്രമം നൽകുന്നത് പോലെയാണിത്. രാവിലെ എഴുന്നേറ്റുടനെ പല്ല് തേച്ചതിനു ശേഷം ആദ്യം ചെയ്യേണ്ടത് 1 ലിറ്റർ വെള്ളം കുടിക്കുക. ഒറ്റയടിക്ക് കുടിക്കാതെ സാവധാനം ഓരോ ഗ്ലുപ്പായി ഉമിനീരുമായി കലർത്തി കുടിക്കുക. ആവശ്യമെങ്കിൽ അല്പം ഇളം ചൂടുവെള്ളം ഉപയോഗിക്കാം. ഇത് കുടിക്കുമ്പോൾ ആ വെള്ളം നിങ്ങളുടെ അന്നനാളം, വയറ്, കുടൽ എന്നിവ വഴി ഒഴുകി അകത്തെ അഴുക്കുകളെല്ലാം ശുചീകരിക്കുന്നു എന്ന് മനസ്സിൽ സങ്കൽപ്പിക്കുക. രാത്രി ഉറക്കത്തിനിടെ ഡീഹൈഡ്രേഷൻ ഉണ്ടായ ശരീരത്തിന് ഈ വെള്ളം ഒരു അമൃതം പോലെ പ്രവർത്തിക്കും. കുറച്ചു സമയം കഴിഞ്ഞാൽ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ആവശ്യം തോന്നും. വയറ് നന്നായി ശുദ്ധമായാൽ തന്നെ നിങ്ങൾക്ക് പകുതി ആശ്വാസം ലഭിക്കും. എന്നാൽ വെറും വെള്ളം മാത്രം കുടിച്ചതുകൊണ്ട് വർഷങ്ങളായി കുടലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പഴയ മാലിന്യങ്ങളെല്ലാം നീങ്ങണമെന്നില്ല. അതിനായി ഒരു പ്രകൃതിദത്ത ക്ലീനർ ആവശ്യമാണ്. ഇവിടെയാണ് നമ്മുടെ അടുക്കളയിൽ തന്നെ ലഭ്യമായ ചില അത്ഭുത ഘടകങ്ങൾ ഉപയോഗിക്കുന്നത്. പലരും പറയും നാരങ്ങാ വെള്ളം കുടിച്ചാൽ മതി, അല്ലെങ്കിൽ തേൻ ചേർത്ത വെള്ളം മതിയെന്ന്. അതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അതിനേക്കാൾ ഫലപ്രദവും പാർശ്വഫലങ്ങളില്ലാത്തതുമായ ഒരു രീതിയാണ്. ഇതിനായി ഉപയോഗിക്കുന്നത് കുമ്പളങ്ങയാണ്. സാധാരണയായി നമ്മൾ കറിയുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ കുമ്പളങ്ങ. യോഗശാസ്ത്രത്തിൽ ഇതിനെ പ്രാണോർജ്ജത്തിന്റെ ഉറവിടം എന്ന് പറയാറുണ്ട്. ശരീരത്തിലെ നെഗറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യാനുള്ള പ്രത്യേക കഴിവുണ്ടെന്നാണ് വിശ്വാസം. ഒരു നല്ല കഷ്ണം കുമ്പളങ്ങയെടുത്ത് തോലോടുകൂടി വിത്ത് നീക്കി ജ്യൂസ് അടിച്ച് അരിച്ചെടുക്കുക. ഈ ജ്യൂസ് വെറും വയറ്റിൽ കുടിക്കുമ്പോൾ ലഭിക്കുന്ന തണുപ്പും ഉന്മേഷവും വാക്കുകളിൽ വിവരിക്കാൻ പറ്റാത്തതാണ്. ആൽക്കലൈൻ സ്വഭാവമുള്ള ഈ ജ്യൂസ് വയറ്റിലെ അസിഡിറ്റിയെ കുറയ്ക്കും. കൂടാതെ വർഷങ്ങളായി കുടലിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെയും മാലിന്യങ്ങളെയും പതിയെ അലിയിക്കാൻ സഹായിക്കും. കുമ്പളങ്ങ ലഭ്യമല്ലെങ്കിൽ പകരം ചുരക്ക അല്ലെങ്കിൽ വെള്ളരിക്ക ഉപയോഗിക്കാം. എങ്കിലും ഏറ്റവും നല്ലത് കുമ്പളങ്ങ തന്നെയാണ്. ഈ ജ്യൂസ് കുടിച്ചതിന് ശേഷം ഏകദേശം 1 മണിക്കൂർ വരെ ഒന്നും കഴിക്കരുത്. ആ സമയം ഇത് ശരീരത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ചായയോ കാപ്പിയോ കുടിക്കുന്ന പതിവുണ്ടെങ്കിൽ ഈ ഒരു ദിവസം അത് ഒഴിവാക്കാൻ തയ്യാറാകണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ശരീരം ശുദ്ധീകരിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ വീണ്ടും അതിലേക്ക് കഫീനും പഞ്ചസാരയും ഒഴിക്കുകയാണ്. ഇതെന്തിനോട് ഉപമിക്കാമെന്നറിയാമോ? വൃത്തിയായി കഴുകിയ നിലത്തിലേക്ക് വീണ്ടും ചെളി തൂക്കിയെറിയുന്നതുപോലെ തന്നെയാണത്. അതിനാൽ ചായയ്ക്കു പകരം നിങ്ങൾക്ക് ചൂടുവെള്ളത്തിൽ അല്പം ഇഞ്ചി ചതച്ചോ അല്ലെങ്കിൽ കുറച്ച് തുളസിയിലയിട്ടോ കുടിക്കാം. ഇത് ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഉച്ചവരെ കഴിയുന്നത്ര വേവിച്ച ഭക്ഷണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. മുമ്പ് പറഞ്ഞതുപോലെ നമ്മുടെ ലക്ഷ്യം ദഹനവ്യവസ്ഥയ്ക്ക് ഒരു ദിവസം വിശ്രമം നൽകുക എന്നതാണ്. വേവിച്ച ഭക്ഷണങ്ങൾ ദഹിക്കാൻ ശരീരത്തിന് കൂടുതൽ സമയവും ഊർജവും ആവശ്യമാണ്. എന്നാൽ വേവിക്കാത്ത പഴങ്ങളും പച്ചക്കറികളും അങ്ങനെയല്ല. അവയിൽ ജീവിക്കുന്ന എൻസൈമുകൾ ധാരാളമുണ്ട്. ഇവ ദഹനത്തെ എളുപ്പമാക്കുന്നതോടൊപ്പം കുടലിൽ അടിഞ്ഞുകിടക്കുന്ന പഴയ മാലിന്യങ്ങളെ ലയിപ്പിക്കാനും സഹായിക്കുന്നു.
അതിനാൽ ഉച്ചവരെ വിശപ്പു തോന്നുമ്പോൾ പഴങ്ങൾ മാത്രം കഴിക്കുക. പപ്പായ, തണ്ണിമത്തൻ, പേരയ്ക്ക, ആപ്പിൾ ഇതിൽ ജലാംശം കൂടുതലുള്ള പഴങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് പപ്പായ വയർ ശുദ്ധീകരണത്തിന് ഏറ്റവും മികച്ചൊരു പഴമാണെന്ന് തന്നെ പറയാം. ഇനി ഉച്ചസമയത്തെക്കുറിച്ച് ചിന്തിക്കാം. രാവിലെ കഴിച്ച പഴങ്ങൾ ദഹിച്ചു കഴിയുമ്പോഴേക്കും സ്വാഭാവികമായി വിശപ്പുയരും. പതിവ് പോലെ ചോറും കറികളും മീൻ വറുത്തതും കഴിക്കണമെന്ന ആഗ്രഹം ശക്തമാകുന്ന സമയം ഇതാണ്. എന്നാൽ ഇവിടെയാണ് നിങ്ങളുടെ ഇച്ഛാശക്തി പരീക്ഷിക്കപ്പെടുന്നത്. ഓർക്കുക, ഇന്ന് നിങ്ങളൊരു വ്രതത്തിലാണ്, ശരീരശുദ്ധീകരണത്തിനായുള്ള വ്രതം. ഉച്ചഭക്ഷണമായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വേവിക്കാത്ത പച്ചക്കറികളാൽ തയ്യാറാക്കിയ ഒരു സാലഡാണ്. വെള്ളരിക്ക, ക്യാരറ്റ്, തക്കാളി, സവാള എന്നിവ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് അല്പം ഉപ്പും കുരുമുളക് പൊടിയും ചേർക്കുക. കുറച്ച് നാരങ്ങാ നീർ പിഴിഞ്ഞു ചേർക്കാം. വേണമെങ്കിൽ അല്പം തേങ്ങ ചിരകിയതും ചേർക്കാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് തോന്നാം, ഇതാണോ ഉച്ചഭക്ഷണം എന്ന്. പക്ഷേ വിശ്വസിക്കൂ, നിങ്ങളുടെ കുടലിനെ ശുദ്ധമാക്കാൻ ഇതിലും മികച്ചൊരു മാർഗമില്ല. പച്ചക്കറികളിലെ നാരുകൾ അഥവാ ഫൈബർ ഒരു ചൂലുപോലെ പ്രവർത്തിക്കുന്നു. നമ്മൾ വീടടിച്ചുവാരി വൃത്തിയാക്കുന്നതുപോലെ ഈ നാരുകൾ കുടലിലൂടെ സഞ്ചരിച്ച് അവിടെ അടിഞ്ഞുകിടക്കുന്ന പഴയ മാലിന്യങ്ങളെ പുറത്തേക്ക് നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. വേവിച്ച ഭക്ഷണം കഴിക്കുമ്പോൾ ഈ നാരുകളുടെ പ്രഭാവം കുറയാറുണ്ട്. അതുകൊണ്ടാണ് പച്ചക്കറികൾ പച്ചയായി കഴിക്കുന്നത് കൂടുതൽ ഗുണകരമാണെന്ന് പറയുന്നത്. ഈ സാലഡ് കഴിക്കുമ്പോൾ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. അതിവേഗം വിഴുങ്ങരുത്. ഓരോ കഷ്ണവും നന്നായി ചവച്ച് വായ്ക്കുള്ളിൽ തന്നെ ദ്രാവക രൂപത്തിലാക്കി ശേഷം വിഴുങ്ങുക. നമ്മൾ പലപ്പോഴും മറക്കുന്നത് ദഹനം ആരംഭിക്കുന്നത് വയറ്റിലല്ല, വായിലാണ് എന്ന സത്യമാണ്. ഇങ്ങനെ കഴിക്കുമ്പോൾ വയറിന് ദഹനത്തിനായി അധികമായി പരിശ്രമിക്കേണ്ടി വരില്ല. കൂടാതെ കുറച്ചു ഭക്ഷണം കൊണ്ടുതന്നെ വയറ് നിറഞ്ഞതുപോലെ ഒരു സംതൃപ്തിയും ലഭിക്കും. ഉച്ചഭക്ഷണത്തിന് ശേഷം ചെറിയൊരു ഉറക്കമെടുക്കുന്നത് പലർക്കും പതിവാണ്. എന്നാൽ ഇന്നത്തെ ദിവസം അതൊഴിവാക്കുക. പകരം വീട്ടിനുള്ളിലോ മുറ്റത്തോ കുറച്ചുനേരം നടക്കുക. ഇത് കഴിച്ച ഭക്ഷണം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ശരിയായി എത്താൻ സഹായിക്കും. ഉച്ചകഴിഞ്ഞ് 4 മണിക്കോ 5 മണിക്കോ സാധാരണയായി ചായയും സ്നാക്സും ആവശ്യമായി തോന്നുന്ന സമയം വരും. ഈ സമയത്ത് തലവേദന വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഭയപ്പെടണ്ട, ഇതൊരു നല്ല ലക്ഷണമാണ്. വർഷങ്ങളായി കഫീനും പഞ്ചസാരയും ആശ്രയിച്ചിരുന്ന നിങ്ങളുടെ ശരീരം അതിനുവേണ്ടി ആവശ്യപ്പെടുന്നതാണ് ഈ തലവേദന. ഇത് മറികടക്കാൻ പ്രകൃതി നമ്മൾക്ക് നൽകിയ ഏറ്റവും മികച്ച പാനീയമാണ് കരിക്കിൻ വെള്ളം. മനുഷ്യന്റെ രക്തവുമായി ഏറ്റവും സാമ്യമുള്ള ഘടനയുള്ള പാനീയങ്ങളിൽ ഒന്നാണിത്. ഇത് ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ലഭിക്കുന്ന തണുപ്പും ശരീരത്തിലുടനീളം പകരുന്ന ഉന്മേഷവും നിങ്ങൾ അനുഭവിച്ചറിയേണ്ടതാണ്. കരിക്കിൻ വെള്ളം ലഭ്യമല്ലെങ്കിൽ പകരമായി മോര് കുടിക്കാം. തൈര് ചതച്ച് അതിലേക്ക് ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് ആവശ്യത്തിന് വെള്ളം കലർത്തി നീർമോരാക്കി കുടിക്കാം. ഇത് വയറ്റിലെ നല്ല ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കും. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിയുടെ ഏകദേശം 70% ഈ നല്ല ബാക്ടീരിയകളെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. അതിനാൽ മോര് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതുപോലെയാണ്. ഇപ്പോൾ നമുക്ക് വൈകുന്നേര ഭാഗത്തേക്ക് കടക്കാം. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ദഹനശക്തിയും പതിയെ കുറഞ്ഞു തുടങ്ങും. പ്രകൃതിയുടെ ഒരു സ്വാഭാവിക താളത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരവും പ്രവർത്തിക്കുന്നത്. പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരം കൂടി വിശ്രമത്തിനായി തയ്യാറെടുക്കുന്നു. അതുകൊണ്ടുതന്നെ അത്താഴം കഴിയുന്നത്ര നേരത്തെ കഴിക്കുന്നത് അത്യാവശ്യമാണ്. സാധ്യമെങ്കിൽ 7 മണിക്ക് മുമ്പ് അത്താഴം കഴിക്കണം. ഇന്ന് രാത്രി നമ്മൾ സാധാരണ പോലെ ചോറോ ചപ്പാത്തിയോ കഴിക്കില്ല. പകരം ചൂടോടെ ഒരു വെജിറ്റബിൾ സൂപ്പാണ് തിരഞ്ഞെടുക്കേണ്ടത്. വിവിധ തരം പച്ചക്കറികൾ ചേർത്ത് അല്പം കുരുമുളകുപൊടി വിതറി തയ്യാറാക്കുന്ന ഒരു ചൂടൻ സൂപ്പ്. അത് കുടിക്കുമ്പോൾ തൊണ്ടയ്ക്ക് ലഭിക്കുന്ന ആശ്വാസം അതുല്യമാണ്. കൂടാതെ ദഹിക്കാനും വളരെ എളുപ്പമാണ്. ഈ സൂപ്പ് കുടിച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ വയറ് കാലിയാകും. രാത്രിയിൽ ഉറങ്ങുമ്പോൾ വയർ കാലിയായിരിക്കണമെന്നതാണ് ആരോഗ്യത്തിന്റെ ഒരു പ്രധാന നിയമം. വയർ നിറച്ച് ഭക്ഷണം കഴിച്ചുറങ്ങുകയാണെങ്കിൽ ശരീരം മുഴുവൻ രാത്രിയും അത് ദഹിപ്പിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ ഗാഠനിദ്ര ലഭിക്കില്ല, ഇടയ്ക്കുണരലുണ്ടാകും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം അനുഭവപ്പെടും. എന്നാൽ ഇന്ന് വെറും ഈ സൂപ്പ് മാത്രം കഴിച്ചുറങ്ങുമ്പോൾ ശരീരം പൂർണ്ണമായും വിശ്രമാവസ്ഥയിൽ പ്രവേശിക്കും. അപ്പോൾ തന്നെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം അകത്തൊരു വലിയ ശസ്ത്രക്രിയ നടത്തുന്നതുപോലെയാണ്. കേടായ കോശങ്ങളെ നീക്കം ചെയ്യുകയും പുതിയ കോശങ്ങൾ സൃഷ്ടിക്കുകയും ഹോർമോണുകൾ സമതുലിതമാക്കുകയും ചെയ്യുന്നു.
ഈ ഒരു ദിവസം ഈ രീതികൾ പാലിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയാസം തോന്നാം. നാവിന്റെ രുചി നിങ്ങളെ വീണ്ടും പഴയ ശീലങ്ങളിലേക്ക് ആകർഷിച്ചേക്കാം. ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കും, നാളെ നോക്കാം എന്ന് മനസ്സ് നിങ്ങളെ പ്രലോഭിപ്പിച്ചേക്കാം. എന്നാൽ ആ പ്രലോഭനത്തെ മറികടക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയമിരിക്കുന്നത്. ഇത് വെറും ഒരു ഡയറ്റല്ല, ഇതൊരു തപസ്സാണ്. നിങ്ങളുടെ സ്വന്തം ശരീരത്തോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ലോകത്തിലെ എല്ലാത്തിനും വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുന്നു. പണം സമ്പാദിക്കാൻ, കൂട്ടുകാരുമായി സമയം ചെലവഴിക്കാൻ, സിനിമ കാണാൻ, ഫോൺ ഉപയോഗിക്കാൻ, ഇതെല്ലാം ചെയ്യാൻ നമ്മൾക്ക് സമയം കിട്ടുന്നു. എന്നാൽ ഇതെല്ലാം ആസ്വദിക്കാൻ ആരോഗ്യമുള്ള ഒരു ശരീരം വേണ്ടേ? ആശുപത്രി കിടക്കയിൽ കിടന്ന് കോടികൾ സമ്പാദിച്ചതിൽ എന്തു ഗുണമുണ്ട്? ഒന്നുമില്ല. അതുകൊണ്ട് ഈ 24 മണിക്കൂർ നിങ്ങൾ നിങ്ങൾക്കായി മാറ്റിവെക്കുക. ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ മറക്കരുത്. ഓരോ തവണ ടോയ്ലറ്റിൽ പോകുമ്പോഴും സന്തോഷിക്കുക. കാരണം ഓരോ തവണയും നിങ്ങളുടെ ശരീരത്തിലെ മാലിന്യങ്ങളും അസുഖങ്ങളുടെ കാരണങ്ങളും പുറത്തേക്കു പോകുകയാണ്. അടുത്ത ദിവസം രാവിലെ ഈ ഡീറ്റോക്സ് കഴിഞ്ഞുള്ള ആദ്യ പ്രഭാതം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രഭാതങ്ങളിലൊന്നായിരിക്കും. അലാറം മുഴങ്ങുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾ ഉണരും. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ശരീരം ഭാരം കുറഞ്ഞതുപോലെ തോന്നും. കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖത്തൊരു പുതുമയുള്ള തെളിച്ചം കാണാം. കണ്ണുകളുടെ മങ്ങലും ക്ഷീണവും മാറി അവ കൂടുതൽ തിളക്കത്തോടെ കാണപ്പെടും. വയറിന്റെ അസ്വസ്ഥതകളും ഗ്യാസിന്റെ പ്രശ്നങ്ങളുമില്ലാതെ നിങ്ങൾക്ക് ആഴത്തിൽ ശ്വസിക്കാൻ കഴിയുന്നൊരു സൗകര്യം അനുഭവപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ടത്, നിങ്ങളുടെ മനസ്സ് അതീവ ശാന്തമായിരിക്കും. ഒരു പുതിയ വ്യക്തിയായതുപോലെ ഒരു അനുഭവം. ആ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്ന ഊർജം കൊണ്ട് നിങ്ങൾക്ക് ഏത് ജോലിയിലും ഇറങ്ങാൻ തോന്നും. മടിയില്ലാതാകും. ചിന്തകളിൽ വ്യക്തതയുണ്ടാകും. തീരുമാനങ്ങളെടുക്കാൻ കൂടുതൽ വേഗതയും ആത്മവിശ്വാസവുമുണ്ടാകും. ഇതെല്ലാം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും ഇത് ശീലമാക്കിയാൽ നിങ്ങളുടെ ജീവിതം എത്രത്തോളം മെച്ചപ്പെടും? പ്രമേഹം, കൊളസ്ട്രോൾ, ബ്ലഡ് പ്രഷർ, തൈറോയിഡ് പോലുള്ള ജീവിതശൈലീ രോഗങ്ങൾ നിങ്ങളെ സമീപിക്കാനേ കഴിയില്ല. മരുന്നുകൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന പണം ലാഭിക്കാം. ആശുപത്രികളിൽ സമയം കളയേണ്ട സാഹചര്യം ഒഴിവാക്കാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ വീഡിയോ കേട്ട ശേഷം നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കരുത്. നാളെ തന്നെ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച തന്നെ ഇത് പരീക്ഷിക്കുമെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കണം. നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കൈകളിലാണ്. ഡോക്ടർമാർക്ക് മരുന്ന് നൽകാൻ മാത്രമേ കഴിയൂ. ആരോഗ്യത്തെ നിർമ്മിക്കുന്നത് നിങ്ങളാണ്. പ്രകൃതിയിലേക്ക് മടങ്ങുക. ലളിതമായ ഭക്ഷണരീതികളിലേക്ക് മടങ്ങുക. നമ്മുടെ ശരീരം ഒരു ക്ഷേത്രമാണ്. അതിനെ പരിശുദ്ധമായി സൂക്ഷിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. കാരണം ആരോഗ്യവാനായ ഒരു സമൂഹമാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ഇത്തരത്തിലുള്ള ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അനുഭവങ്ങൾ, സംശയങ്ങൾ, അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഓരോരുത്തരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കട്ടെയെന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.